നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മറയൂർ കർപ്പൂരക്കുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഏകദേശം 1400 മീറ്റർ അഥവാ 3600 അടി സമുദ്രനിരപ്പിനും പൊക്കത്തിൽ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ പെരിയകുടിയിൽ ചില ഔഷധ കൃഷികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കോവിഡിന് മുമ്പ് അല്പം സജീവമായിട്ടിരുന്ന നമ്മുടെ മരുന്ന് കൃഷി ഇപ്പോൾ മറ്റ് കുടികൾ കൂടി വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് വന്നേക്കാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ടോടുകൂടിയാണ്, അവരുടെ സഹായങ്ങൾ കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ട്രൈബൽസിൻ്റെ ക്ഷേമത്തിന്, വെൽഫെയറിന് വേണ്ടിയിട്ടും അതിലുപരി നമ്മുടെ രോഗികൾക്ക് മരുന്നിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണാണ്. ഈ മണ്ണും ഈ ഭൂപ്രകൃതിയും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ചില ഔഷധങ്ങൾക്ക് ഇവിടെ കിളിക്കുന്നതിനും ഒക്കെ ഔഷധവീര്യം കൂടുതലുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ കൂടുതലും ലിവർ, കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികളും പ്രമേഹ ബാധിതരും ഒക്കെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് ശുദ്ധമായിട്ടുള്ള മരുന്നുകൾ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചലഞ്ച്. വളമിടാതെ ഈ കളനാശിനികളൊന്നും ഉപയോഗിക്കാതെ 100% ഓർഗാനിക്കായിട്ട് വിർജിൻ ലാൻഡ് നമുക്കിപ്പോൾ വളരെ കുറവാണ്, അങ്ങനെ വിഷമുക്തമായിട്ടുള്ള ഭൂമി. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം തേടിപ്പിടിച്ച് നമ്മളിവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും പ്രധാനമായിട്ട് മുൻകൈ എടുത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അംബുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദിക് റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ അയാർഡ് ഉദയംപേരിലുള്ള എൻ്റെ സ്ഥാപനത്തിൽ മേൽനോട്ടത്തോടുകൂടി ഇവിടെ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് മരുന്ന് കൃഷി വ്യാപകമാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് രോഗികൾ മാത്രമല്ല, എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന എൻ്റെ സ്റ്റുഡൻസും അവർ വഴി വന്ന ഏതാണ്ട് 118ഓളം ആയുർവേദ ഡോക്ടർമാർ, കാശ്മീർ മുതൽ കേരളം വരെയുള്ള ഡോക്ടർമാരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അവർക്ക് സ്പെഷ്യലിസ്റ്റും ഒരുപാട് മാർഗ്ഗരോഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരാണ്. അപ്പം ഏറ്റവും കൂടുതൽ ആവശ്യം അവർക്കാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ട്രേഡിങ്ങിലേക്ക് പോകുന്നില്ല, ഡോക്ടർമാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരുന്നിൻ്റെ ശുദ്ധിയും വളരെ നിസ്തർക്കമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. സോ ഇന്ന് നമ്മൾ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാണി ഒരു മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും ആരോഗ്യം നോക്കുന്നൊരു വൈദ്യരുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഫോറസ്റ്റിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി രാമകൃഷ്ണൻജി ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ റേഞ്ചർ മറ്റേ DFO അവരുടെയൊക്കെ അനുവാദത്തോടു കൂടി നമ്മളിവിടെ കർപ്പൂരക്കുടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി മീറ്റിങ്ങിനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതേക്ക് മറ്റു കുടികളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയിൽ നിന്ന് നമ്മൾ വളരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരങ്ങളും നമ്മൾ വെട്ടാൻ പാടില്ല. ഓക്കെ, ഇത് കൃഷി പുരാണങ്ങളിൽ കൃഷി ചെയ്തെടുക്കണമെന്നുള്ളൊരു നിർബന്ധമാണ് നമുക്കുള്ളത്. ഒരിക്കലും പ്രകൃതിയിൽ നിന്നുള്ള പ്രകൃതിദത്തമായിട്ടുള്ള യാതൊരു മരങ്ങളും വെട്ടാൻ പാടില്ല. കൃഷി പുരാണങ്ങളിൽ കൃഷി ചെയ്ത് മരുന്നുകൾ, ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഒറ്റ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡ്വെല്ലിങ് അല്ലെങ്കിൽ വന നശീകരണമില്ലാത്ത നെല്ലിക്ക അല്ലെങ്കിൽ ഞാവൽക്കുരു അതൊക്കെ എടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ മരങ്ങളെ ഒന്നും ദോഷകരമായിട്ട് ബാധിക്കാത്ത തരം ഉള്ള ഹാർവെസ്റ്റിങ്, വിളവെടുപ്പ് ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. BSS എന്ന വനസംരക്ഷണ സമിതി വഴി അവരത് വിൽക്കുന്നുമുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേൽനോട്ടത്തിൽ. അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മരുന്ന് കൃഷിയാണ്. അപ്പോൾ ഇവിടെ കൃഷിയിടങ്ങൾ ഗവൺമെൻറ് ഇവർക്കായിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ മരുന്ന് കൃഷി ഓർഗാനിക്കായിട്ട് ചെയ്യുക എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മുടെ മുമ്പിലുള്ളത്. വളരെ ഫലപ്രദമായിട്ട് വിശ്വാസയോഗ്യരായിട്ടുള്ള ആളുകളാണ് നമുക്ക് ഇതുവരെ നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് പല കുടികളിലെയും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കർപ്പൂരക്കുടിയിൽ വന്നിരിക്കുകയാണ്. ഫോറസ്റ്റ് സെക്രട്ടറി ലൂർസ്വാമി, സ്നേഹമുള്ള ഇവിടുത്തെ കുടിലംഗങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ക്ലാസിക്കൽ ആയുർവേദ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. ആയുർവേദം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആയുർവേദം സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മരുന്നുകൾ വ്യത്യസ്തമാണ്. നമ്മുടെ നാട്ടു ചികിത്സയിലോ അല്ലെങ്കിൽ കേരളത്തിലെ പാരമ്പര്യങ്ങളിലൊന്നും വരുന്ന അതല്ല ആയുർവേദത്തിലെ പല മരുന്നുകൾ. അത് പകരമായിട്ട് വർഷങ്ങളോളം എടുത്ത് പല നാട്ടിലും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്.
അതൊന്നും തെറ്റല്ല, കാരണം നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു പകരമെടുക്കലായിട്ടുള്ള പല മരുന്നുകൾ നമുക്ക് കിട്ടാനുണ്ട് പ്രാദേശികമായിട്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, ആന്ധ്രയിൽ, കർണാടക, അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള പാരമ്പര്യ വൈദ്യങ്ങളുണ്ട്. അത് ആയുർവേദവുമായിട്ട് ബന്ധമില്ല. ഓക്കെ, ആയുർവേദം എന്ന് പറയുന്നതിൻ്റെ രോഗനിർണയവും ചികിത്സയും ഒക്കെ വ്യത്യസ്തമാണ്. ചെടികൾ പലപ്പോഴും ഏതാണ്ട് 900 വർഷം 1000 വർഷം മുമ്പ് സംസ്കൃത ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങളിലാണ് ഈ മരുന്നുകളെക്കുറിച്ചൊക്കെ പറയുന്നത്. ആ മരുന്നുകൾ ഹിമാലയത്തിലുള്ളുണ്ട്, ഉയർന്ന ആൾട്ടിറ്റ്യൂഡ്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1000 മീറ്റർ പൊക്കം, 600 മീറ്റർ സമുദ്രനിരപ്പിൽ പൊക്കമുള്ള പർവ്വതങ്ങളിലൊക്കെ പ്രകൃതിദത്തമായിട്ട് വളരുന്ന ചില ഏരിയയിൽ മാത്രം കാണുന്നതാണ്, വളരെ അപൂർവമായിട്ടുള്ള സസ്യങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷെ അത് ഇവിടെ എങ്ങും കിട്ടാത്തത് കൊണ്ട് പഴയ വൈദ്യന്മാർ കേരളത്തിലും കർണാടകത്തിലും ഒക്കെ ഇതിന് പകരമായിട്ട് പല ചെടികളുമൊക്കെ എടുത്ത് നാട്ടുവൈദ്യം ഇവിടെ രൂപം കൊള്ളുകയും ഒരുപാട് കാലഘട്ടത്തിനനുസരിച്ചുള്ള മരുന്നുകൾ ഇവിടെ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളാവുകയും ചെയ്തു. നമ്മളിവിടെ ചെയ്യുന്നത് ഈ ക്ലാസിക്കൽ ആയുർവേദം എന്ന് പറയുന്ന വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പച്ചമരുന്നുകൾ, അതിൻ്റെ വേര്, അതിൻ്റെ തൊലി ഒക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു മരത്തിൻ്റെ വേരെടുക്കുമ്പോൾ ആ മരം കംപ്ലീറ്റ് ഇല്ലാണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വനങ്ങളിൽ നിന്നും ഇത്തരം മരുന്നുകൾ ശേഖരിക്കാതെ കൃഷി ചെയ്യുക എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ വർഷങ്ങളായിട്ട്, ഏതാണ്ട് ദശാബ്ദങ്ങളായിട്ട് തന്നെ വനങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ക്വിൻ്റൽ കണക്കിന്, ടൺ കണക്കിനും എടുത്ത് ഇപ്പോൾ ഏതാണ്ട് കിട്ടാതായിരിക്കുകയാണ്. പല മരുന്ന് കമ്പനികളും മരുന്നുണ്ടാക്കുന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പല മരുന്ന് കമ്പനികൾക്ക് ഇപ്പം മരുന്നുണ്ടാക്കാനായിട്ട് കിട്ടാനില്ല. അപ്പോൾ പല കമ്പനികളും പല ഉൽപ്പന്നങ്ങളും നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ദുരന്തമാണ് ആയുർവേദ മേഖലയിൽ. അപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ടാണ് നമ്മൾ ഇത്തരം കൃഷി, നമ്മൾ സാധാരണ കൃഷിക്കാരിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്കിവിടെ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ മരുന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഹിമാലയം മുതൽ കേരളം വരെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് നമുക്ക് ഒറീസയിലുണ്ട്. ഓക്കെ, പൂന, മഹാബലേശ്വരം, അങ്ങനെ പല ഇതുപോലത്തെ ട്രൈബൽ ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ട്രൈബൽ അഥവാ ഈ ആദിവാസി ഗോത്രങ്ങളെ നമ്മൾ വിശ്വസിക്കാനുള്ള പ്രധാന കാരണം അവർ പൊതുവെ സത്യസന്ധരാണ്. 2, വളം ഇടാതെ മരുന്ന് കൃഷി ചെയ്യണം. ഇത് വളം ഇടരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിഷം ഇതിനകത്ത് പറ്റില്ല. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം അതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. വിഷമില്ലാത്ത സ്ഥലങ്ങൾ, വിഷം ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ. കാര്യം കരൾ രോഗികളാണ്, കരൾ ക്യാൻസർ, കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങൾ. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യാത്ത ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കരൾ മാറ്റി വെക്കാതെ, ഹൃദയത്തിൻ്റെ ബ്ലോക്ക്, അങ്ങനെ മാരകമായിട്ടുള്ള പല രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ തലവനാണ് ഞാൻ. അപ്പോൾ ഇന്ത്യ മുഴുവൻ എൻ്റെ ശിഷ്യഗണങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ യാത്ര ചെയ്യുന്നത്, എനിക്ക് വേണ്ടി മാത്രമല്ല. അപ്പോൾ ആ ഡോക്ടർമാരും ഇതുപോലെയുള്ള ഗൗരവമായിട്ടുള്ള രോഗങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ മരുന്നുണ്ടാക്കുമ്പോൾ, എനിക്ക് വേണ്ടിയാണെങ്കിലും മരുന്നുണ്ടാക്കുമ്പോൾ അതിന് ശുദ്ധി വളരെ പ്രധാനമാണ്. വിഷം ഒരു കാരണവശാലും ഇടാൻ പാടില്ല. ലൈക്ക് വളം, കീടനാശിനി, പിന്നെ കളനാശിനികൾ, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ സ്ഥലമുണ്ടെങ്കിലും അതിന് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ജോലി ചെയ്യാൻ ആളുകളുണ്ട്. നിങ്ങൾക്ക് പൈസ വിളവെടുത്ത ഉടനെ കാശ് കിട്ടും, ക്രെഡിറ്റ് ഒന്നുമില്ല. ഓക്കെ, സാധനം കിട്ടിയ അപ്പം തന്നെ, ഋതുസ്വാമിക്ക് അറിയാം, പൈസ അപ്പം തന്നെ കൊടുക്കും. ഓക്കെ, അപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിനെയൊക്കെ സൗകര്യം ഒരുക്കി തരുന്നത്. ഇത്രയും നാൾ അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരെന്തിനും തയ്യാറാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വളമിടരുത്, വിഷമിടരുത്. ഓക്കെ, വനസംരക്ഷണ സമിതിയും ഫോറസ്റ്റിൻ്റെ നമ്മുടെ CDC ആണോ ഇവിടെ, VSS ആണ്, വനസംരക്ഷണ സമിതി VSS ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് തൈ തരും. ഇനിയാണ് ശ്രദ്ധിച്ച് കേൾക്കണം, ഫ്രീ ആയിട്ട് തരും. അത് ഇനി ഞാൻ പറയാൻ പോവാണ് കാര്യങ്ങൾ. നമ്മൾ തൈകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരും. ഇവിടെ കിളിക്കുന്ന ഈ ഭൂപ്രകൃതിയിൽ പ്രകൃതിദത്തമായിട്ട് പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതുമായിട്ടുള്ള ചെടികൾ തന്നെയാണ് തരുന്നത്. പിന്നെ ഇവിടെ കിളിക്കാൻ സാധ്യതയുള്ള മറ്റ്
വൃക്ഷലതാദികൾക്ക് അപകടം ഉണ്ടാക്കാത്ത മരുന്നാണ് തരുന്നത്. അതെല്ലാം പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ചില ചെടി കേട്ടാൽ ഇവിടെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ള മറ്റ് സസ്യങ്ങൾക്ക് ഉപദ്രവമായി മാറരുത്. അപ്പം അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ തരുന്നത്. ഓക്കെ, ഇപ്പോൾ പെരുങ്കുരുമ്പ ഉദാഹരണം, പെരുങ്കുരുമ്പ ഒരു വള്ളിയുണ്ട്. അതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള മണ്ണിൻ്റെ pH മാറും, ഇവിടെയുള്ള ഈ ക്ഷാരഗുണം കുറയും, അമ്ലഗുണം കൂടും. അങ്ങനെ മറ്റ് നിങ്ങളുടെ കൃഷിക്കൊക്കെ അത് പ്രശ്നമാവും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 100% നിങ്ങളുടെ മറ്റ് വിളകൾക്കോ ഒന്നും പ്രശ്നം ഉണ്ടാക്കാത്ത ചെടികളാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ചെടികൾ നമ്മൾ ആദ്യം നിങ്ങൾക്ക് സൗജന്യമായിട്ടാണ് തരുന്നത്, ഇവിടെ കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൃഷി ചെയ്ത് തരുന്നതിന് മുമ്പായിട്ട് 1 കിലോയ്ക്ക് ഇതിന് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? ഡ്രൈ വെയിറ്റ് ഉണങ്ങിയ സാധനം എടുക്കത്തുള്ളൂ. പച്ചക്ക് ഇത്തിരിയെങ്കിൽ പൈസ കുറയും. ഇപ്പോൾ ചിറ്റരത്താ നമുക്ക് എമർജൻസി ആണ്, ഇപ്പോൾ ഒരു സമയം എടുത്ത് പറഞ്ഞു പച്ചക്ക് തരുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. കുറച്ച് വെയിറ്റ് നിങ്ങൾക്ക് ഉണക്കിത്തരാം. ഓക്കെ, ഞങ്ങൾക്ക് ഉണക്കി കിട്ടുന്നതാണ് നല്ലത്, കാര്യം ഞങ്ങൾക്ക് അത്രയും വെയിറ്റ് അവിടെ കുറയും. പിടികിട്ടുണ്ടോ? അപ്പോൾ ഉണക്കി തരികയാണെങ്കിൽ നിങ്ങൾക്കും പൈസ കൂടുതൽ കിട്ടും, ഞങ്ങൾക്കും അത് നല്ലത്. അപ്പം അങ്ങനെ തൈകൾ സൗജന്യമായിട്ട് തരികയും അതിന് മുമ്പായിട്ട് ഈ 1 ഏക്കറിൽ ഇത്ര രൂപ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും. എല്ലാം പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. നമുക്കൊരു ചെടി 1 ഏക്കറിൽ ഇത്ര രൂപ കിട്ടും. ഇപ്പം ഇന്ന് തന്നെ വിലകളൊക്കെ പറയാം. ഓക്കെ, വില പറഞ്ഞിട്ട് ഇത്ര രൂപ നിങ്ങൾക്ക് 1 ഏക്കറിൽ നിന്നും വിളവെടുപ്പ് സമയം മിനിമം 6 മാസമാണ്. അങ്ങനെ പല തരത്തിലുള്ള ചെടികൾ നമുക്ക് തരാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇടനിലക്കാരില്ല. പിടികിട്ടിയോ? ഇനി ഇടയ്ക്ക് ആരുമില്ല. നിങ്ങൾ കൃഷിക്കാർ, ഞാൻ ഡോക്ടർ, ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ആരുമില്ല. ഓക്കെ, പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് പല ദിക്കിലും. അവരൊക്കെ നിങ്ങൾക്ക് അഡ്രസ്സ് തരും, അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാനുള്ള കൊറിയർ ചാർജ് അടക്കം പാഴ്സൽ ചാർജ് അടക്കം അവർ നിങ്ങൾക്ക് റെഡിയായിട്ട് പൈസ ഇട്ട് തരും. ഇതോട് സ്വാമിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ എൻ്റെ ഡോക്ടർ സിരിസൂരിജ് എടുക്കുന്നുണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന്. അപ്പോൾ അങ്ങനെ പല ആളുകളും ഇവിടുന്ന് ഒരുപാട് 112 ഡോക്ടർമാർ ഇപ്പം തന്നെ നമ്മുടെ ഗുണഭോക്താക്കൾക്ക് റെഡിയാണ്. റെഡി പൈസ തന്ന് സാധനം എടുത്തോളൂ.